നമസ്കാരം. മൂന്ന് നേതാക്കൾ തമ്മിലുള്ള കടുത്ത മത്സരത്തിനൊടുവിലാണ് കരുത്തരായ രണ്ട് നേതാക്കളെ തറപറ്റിച്ച് വി.ഡി. സതീശൻ എന്ന താരതമ്യേന ദുർബലനായ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത്. മുഖ്യമന്ത്രിയാവാൻ മത്സരത്തിനിറങ്ങിയ ഒരാൾ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡായി തുടരുമ്പോൾ മറ്റേയാൾ പോലീസിന്റെയും വിജിലൻസിന്റെയും പൂർണ്ണ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രിയായി തുടരുന്നു. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ ജനപിന്തുണയിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നെങ്കിലും കരുത്തരായ രണ്ടുപേരെക്കുറിച്ചും ജാഗ്രത പാലിക്കുന്നത് ഭാവിക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് പോലീസിനോട്. പോലീസിന്റെ പൂർണ്ണാധികാരം ആഭ്യന്തരമന്ത്രിക്കാണ് എന്നത് നിസ്സാര കാര്യമായി കരുതരുത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ എടുക്കുന്ന ഓരോ തീരുമാനത്തിന്റെ പിന്നിലും അതീവ ജാഗ്രത വേണം. ഒരു പരാതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും ആ പരാതി അന്വേഷിക്കുന്നത് തൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് അല്ല എന്നും ഉത്തമ ബോധ്യത്തോടുകൂടി പെരുമാറിയില്ലെങ്കിൽ വി.ഡി. സതീശന് എപ്പോൾ പണി കിട്ടി എന്ന് ചോദിച്ചാൽ മതി. വി.ഡി. സതീശനെ കേരളം ഇത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചത് അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടവും നീതിക്ക് വേണ്ടിയുള്ള നിലപാടും മൂലമാണ്. നിലപാടിൻ്റെ രാജകുമാരൻ എന്നാണ് എല്ലാവരും വി.ഡി. സതീശനെ വിശേഷിപ്പിച്ചത്. ഈ നിലപാടിൽ വെള്ളം ചേർക്കുന്നയാളാണ്, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നയാളാണ് എന്ന് എങ്ങനെയെങ്കിലും തെളിവ് സഹിതം പുറത്തു വന്നാൽ വി.ഡി. സതീശന്റെ അവസ്ഥ അതിദയനീയമാകും. ഹൈക്കമാൻഡിന്റെയും പോലീസിന്റെയും പിന്തുണയില്ലാതെ ജനപിന്തുണ കൊണ്ട് മാത്രം മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന സതീശൻ അക്കാര്യത്തിൽ ജാഗ്രത കുറവ് കാണിച്ചാൽ തീർച്ചയായും തിരിച്ചടി അതിഭയാനകമാകും. നോക്കൂ, സർക്കാർ ചുമതലയേറ്റ് ഒരു മാസം തികയുന്നതിന് മുൻപ് ഒഴിവാക്കാമായിരുന്ന രണ്ട് നിയമന വിവാദങ്ങൾ ഉണ്ടാവുന്നു. ആദ്യം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അളിയൻ ബെന്നി തോമസിനെ സണ്ണി ജോസഫിന്റെ ഓഫീസിൽ വലിയ ശമ്പളത്തിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് വിവാദമാകുന്നു. ഒടുവിൽ രാജിവെക്കേണ്ടി വരുന്നു. ഒരു പ്രയോജനവുമില്ലാത്ത ആദ്യത്തെ വിവാദം. ഇപ്പോഴിതാ KB പ്രദീപ് എന്നു പേരുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ അഭിഭാഷകനെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയോഗിച്ച് പുലിവാരി പിടിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് അത് തിരുത്തിയെങ്കിലും ഇതുണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ചില്ലറയല്ല. ദേവസ്വം മന്ത്രി K മുരളീധരൻ കടുത്ത നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ് പ്രദീപിന് രാജിവെക്കേണ്ടി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് രാജി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് BGM ഇട്ട് ആഘോഷിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ K മുരളീധരന്റെ നിർബന്ധപൂർവമായ നിലപാടാണ് പെട്ടെന്നുള്ള ഈ വ്യതിയാനത്തിന് കാരണമായത്. K മുരളീധരനെ പോലെ മുതിർന്ന ഒരു നേതാവിനോട് ആലോചിക്കാതെ അദ്ദേഹത്തിന്റെ വകുപ്പിൽ പ്ലീഡർമാരെ നിയോഗിച്ചു എന്ന് പറയുന്നത് തന്നെ ജാഗ്രത കുറവിന്റെ തെളിവാണ്. ഒരാളെ പ്ലീഡറായി നിയമിക്കുമ്പോൾ അയാളുടെ പശ്ചാത്തലം മനസ്സിലാക്കുക. അയാൾ കൈകാര്യം ചെയ്യുന്ന കേസ് കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യമുണ്ടോ, ആ താല്പര്യത്തിനെതിരാണോ അയാളുടെ ചരിത്രം എന്ന് പരിശോധിക്കുക. മാത്രമല്ല അതാത് വകുപ്പ് മന്ത്രിമാരുടെ അനുമതി വാങ്ങുക എന്ന മിനിമം മര്യാദ ഇവിടെ പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സ്വാധീനവും നിയന്ത്രണവും അറിഞ്ഞോ അറിയാതെയോ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മേലുണ്ട്. നിർഭാഗ്യവശാൽ മന്ത്രിമാരെ വിശ്വാസത്തിലെടുത്ത് അവരോടുകൂടി കൂടിയാലോചിച്ച് ഇത്തരം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ വി.ഡി. സതീശൻ മടി കാണിക്കുകയും ചെയ്യുന്നു. ഇത് നിസ്സാരമായ കുഴപ്പത്തിലേക്കായിരിക്കില്ല വി.ഡി. സതീശനെ കൊണ്ട് ചാടിക്കുന്നത്. വി.ഡിയുടെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കോൺഗ്രസ് പാർട്ടിയിലാണ് ഏറെയുള്ളത് എന്ന് മറക്കരുത്. പോലീസിലും ഹൈക്കമാൻഡിലും സ്വാധീനമില്ലാത്തത് വി.ഡിയെ ദുർബലനാക്കും എന്ന് കൂടെ ഓർത്തുകൊണ്ടിരിക്കണം. അഴിമതിയുടെ വഴികൾ എവിടെയുണ്ടെങ്കിലും അത് കൊട്ടിയടയ്ക്കണം. വി.ഡിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന പല അവതാരങ്ങളും അഴിമതിക്കാരാണെന്നും അവർ അഴിമതിക്ക് കുടപിടിക്കുന്നു എന്നും വ്യക്തമായിട്ടുണ്ട്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വലിയ അഴിമതി നടന്നെന്നും അതിനുവേണ്ടി തന്നെ ഒരാൾ ആദ്യം നിയമിച്ച് അയാളെ കൊണ്ട് ബാക്കി ഇടപാടുകൾ നടത്തിച്ചു എന്നുമുള്ള ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. ഇത്തരം ആരോപണങ്ങൾ തപ്പിപ്പിടിച്ച് ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ വെമ്പുന്ന ഒരു പോലീസാണ് കൂടെയുള്ളതെന്ന് മറക്കരുത്. വി.ഡി. സതീശനുള്ള കെണി പോലീസ് തന്നെ വയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനിടയിലാണ് അല്പം മുമ്പ് ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. ഈ വാർത്ത ഒരു അപകട മുന്നറിയിപ്പായി കാണണം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴുള്ള സോണി എന്നു പേരുള്ള ഒരാൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഔദ്യോഗിക ഫോണിലേക്ക് വിളിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും കുടുംബത്തെയും താൻ വകവരുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയ സോണിയെ പോലീസ് കൈയോടെ പൊക്കിയിട്ടുണ്ട്. വൈകാതെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഈ സോണി ഒരു അപകട സൂചനയായാണ് എനിക്ക് തോന്നുന്നത്. സോണി എന്ന് പറയുന്ന മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ, ഇത് പറയുന്നത് ഞാനല്ല, പോലീസാണ്. ഇതിനു മുൻപും പേരെടുക്കാൻ വേണ്ടി ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. സോണി തന്നെ പറഞ്ഞത്രേ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് തനിക്ക് പേരെടുക്കാനാണെന്ന്.
മാനസിക വിഭ്രാന്തിയുള്ള, ഇടയ്ക്കിടെ ആരെയെങ്കിലുമൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരാളാണ് സോണി എന്ന് പോലീസ് പറയുമ്പോൾ ഈ സോണിയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന മണക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സോണിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ച് അയാൾക്ക് മാനസിക വിഭ്രാന്തിയുള്ള ആളാണെങ്കിൽ പോലീസ് പറയുന്നത് പോലെ അയാളെ അപ്പോൾ തന്നെ വാണിംഗ് കൊടുത്ത് വിട്ടയക്കേണ്ടതാണ്. ഒരു വാണിംഗ് രേഖാമൂലം എഴുതി കൊടുക്കണം. അല്ലാതെ മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ എന്തോ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ, അത് കൊല്ലുമെന്നായിക്കോട്ടെ മറ്റൊന്നായിക്കോട്ടെ, അയാൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതും ജയിലിൽ അടയ്ക്കുന്നതുമൊക്കെ ഒരു തരത്തിൽ വി ഡി സതീശൻ്റെ റെപ്യൂട്ടേഷന്, ഗുഡ്വില്ലിന് ഗുണം ചെയ്യില്ല. ഇത്തരം മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ കൂടി നാടാണ് നമ്മുടേത്. അവരെ നിയമത്തിന് മുൻപിൽ ശിക്ഷിക്കാൻ പോലും കഴിയില്ല എന്നോർക്കണം. അത്തരക്കാർ ഇങ്ങനെ പറയുക എന്നത് അവരുടെ ധർമ്മമാണ്. അത് ഗൗനിക്കേണ്ട കാര്യം പോലുമില്ല. പക്ഷെ ഇതിൽ ഒതുങ്ങിയിരിക്കുന്ന കെണി അതൊന്നുമല്ല. വി ഡി സതീശനെ ആദ്യമായി ഒരു വധഭീഷണി വന്നിരിക്കുന്നു. അതിന് പോലീസ് ഇനി ഉടൻ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കും. വി ഡി സതീശന് മേൽ ആക്രമിക്കാൻ ചിലർ പദ്ധതിയിടുന്നു. സോണിയുടെ വാക്കുകൾ എന്ന തരത്തിൽ പത്രത്തിൽ വന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് ആവശ്യത്തിന് സുരക്ഷയില്ല, എസ്കോർട്ടും പൈലറ്റും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കൊലപ്പെടുത്താൻ കഴിയും എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുനിഞ്ഞത് എന്ന് സോണി പറഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആ മാനസിക വിഭ്രാന്തിയുള്ളയാൾ പറഞ്ഞു എന്ന് നമുക്കറിയില്ല. പക്ഷെ പോലീസിനെ അങ്ങനെ വരുത്തി തീർക്കേണ്ടതുണ്ട്. വി ഡി സതീശൻ്റെ ജീവൻ അപകടത്തിലാണ്, ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കും എന്ന് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോലീസ് ജാഗ്രത കാണിക്കും. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവർക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. നിലവിൽ DGP അടക്കം പോലീസിലെ പല ഉന്നതരും നിരവധി പോലീസുകാരുടെ അകമ്പടിയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ ആഡംബര ജീവിതം തുടരണമെങ്കിൽ മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കണം. എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ മുഖ്യമന്ത്രി മോഹികളും മറ്റുള്ളവരും വി ഡി സതീശനെ ഇമേജിന്റെ തടവറയിൽ നിന്ന് പുറത്തേക്കിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വി ഡി സതീശനെ ചുറ്റിവരിഞ്ഞു നിൽക്കുന്ന വലിയൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് വി ഡി സതീശൻ കൃത്യമായി നിലനിർത്തുന്നു. അത് സലിം കുമാറിന്റെ മരണ വീട്ടിൽ പോയപ്പോഴാണെങ്കിലും, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, ആളുകളോട് ഇടപെടുമ്പോൾ ആണെങ്കിലും ഒക്കെ താൻ സാധാരണക്കാരിൽ ഒരാളാണ്, തനിക്ക് സുരക്ഷ വേണ്ട എന്ന തരത്തിൽ സമീപനമെടുക്കുന്നു. ഈ സമീപനമാണ് വാസ്തവത്തിൽ വി ഡി സതീശന്റെ ഈ പോപ്പുലാരിറ്റിയുടെ പ്രധാന കാരണം. വി ഡി സതീശന്റെ ഇമേജ് തകർക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ശ്രമിക്കുക അദ്ദേഹത്തിന് ചുറ്റും നിരവധി പോലീസ് സുരക്ഷാ സന്നാഹം ഒരുക്കി കൊടുക്കുകയാണ്. അത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല, പിണറായി വിജയന്റെയും CPM-ന്റെയും ആഗ്രഹമാണ്. ഇപ്പോൾ തന്നെ അവർ ആരുടെയൊക്കെയോ വീഡിയോ ഇട്ടിട്ട് വി ഡി സതീശൻ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാറുണ്ട്. മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ വാങ്ങിയിരുന്ന ഹെലികോപ്റ്റർ വാടക പുതുക്കണമെന്ന് DGP കത്തെഴുതി ആവശ്യപ്പെട്ടപ്പോൾ അത് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ അവർ പ്രചരണം നടത്തി. അങ്ങനെ ഇവർ കെണിവെച്ച് കാത്തിരിക്കുകയാണ് VDയുടെ ഇമേജ് തകർക്കാൻ. അതിനുവേണ്ടി പോലീസ് ഒരുക്കിയ ഒരു തിരക്കഥയിലെ കഥാപാത്രമായി കൂടുന്നില്ല ഈ സോണി. സോണിയുടെ ഭീഷണിയുടെ പേരിൽ വി ഡി സതീശന് സുരക്ഷ വർദ്ധിപ്പിക്കാൻ, പോലീസ് സന്നാഹത്തെ വർദ്ധിപ്പിക്കാനുള്ള നീക്കമായി കൂടുന്നില്ല. ഒരു സോണിയിൽ ഇതൊതുങ്ങില്ല. ഇതിന് വി ഡി സതീശൻ വഴങ്ങിയില്ലെങ്കിൽ ഇനി മാവോയിസ്റ്റ് ഭീഷണിയുമായി രംഗത്ത് വരും. മാവോയിസ്റ്റുകൾ വി ഡി സതീശനെ കൊല്ലുമെന്ന് പറഞ്ഞു എന്ന വാർത്തയായിരിക്കും മാധ്യമങ്ങളിൽ വരുന്നത്. ഇത്തരം കെണികൾ കൃത്യമായി ഒരുക്കി വി ഡി സതീശനെ ആ ഇമേജിന്റെ തടവറയിൽ നിന്നും രക്ഷിക്കാൻ പോലീസും പാർട്ടിയിലെ എതിരാളികളും ശ്രമിക്കുന്നത് അവരുടെ ദീർഘകാലത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. ഈ കെണി തിരിച്ചറിയുക, ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക, ആ ജാഗ്രതയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പുലർത്തേണ്ടത്.